നമസ്കാരം. ഇന്ത്യൻ പ്രവാസികൾക്ക് ഏറെ ആവേശം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഒരു ഇന്ത്യൻ പ്രവാസിക്ക് പ്രത്യേക ഇമിഗ്രേഷൻ സ്റ്റാമ്പ് ലഭിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. 60 വർഷത്തോളം പ്രവാസ ലോകത്ത് ജീവിച്ചിട്ടുള്ള ഒരു ഇന്ത്യൻ പ്രവാസിക്കാണ് ഇത്തരത്തിലുള്ള ഒരു അനുമതി ലഭിച്ചിരിക്കുന്നത്. യുഎഇയിലെ ഇന്ത്യൻ പ്രവാസിയായിട്ടുള്ള ഹാജിയൻ ജമാലുദ്ദീനാണ് ഈ പ്രത്യേക ഇമിഗ്രേഷൻ സ്റ്റാമ്പ് ലഭിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രത്യേക ഇമിഗ്രേഷൻ സ്റ്റാമ്പ് നൽകി അദ്ദേഹത്തെ ദുബായ് വിമാനത്താവളം അധികൃതർ ആദരിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് ആ മാധ്യമങ്ങളിൽ നിറയെ ഇപ്പോൾ വരുന്നത്. ഇത് ഇന്ത്യൻ പ്രവാസികളെ സംബന്ധിച്ച് ഏറെ സന്തോഷകരവും അതുപോലെ തന്നെ ആവേശവും നൽകുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ്. ദുബായ് ക്രസന്റ് ഇംഗ്ലീഷ് ഹൈസ്കൂൾ സ്ഥാപകനും മുതിർന്ന അധ്യാപകനുമായിട്ടാണ് ഇദ്ദേഹം പ്രവർത്തിച്ചു വരുന്നത് എന്നാണ് വിവരം. 1965 കാലഘട്ടത്തിൽ ഇദ്ദേഹം യുഎഇയിലെത്തി. അതായത് 60 വർഷങ്ങൾക്ക് മുമ്പ് യുഎഇയിലേക്ക് പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. മുംബൈയിൽ നിന്നും കപ്പൽ മാർഗത്തിലാണ് അന്ന് ഇദ്ദേഹം ദുബായിലേക്ക് പോയിരുന്നത്. അവിടെ എത്തിയിട്ട് 60 വർഷമായി എങ്കിലും തന്റെ പാസ്പോർട്ടിൽ ആദ്യ എൻട്രി സ്റ്റാമ്പ് പതിച്ചിരുന്നില്ല എന്നതടക്കമുള്ള ഓർമ്മകളൊക്കെയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. 1960കളിൽ തുറമുഖങ്ങളോ മറ്റ് വിശാലമായിട്ടുള്ള സംവിധാനങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് പതിപ്പിച്ചിരുന്നില്ല എന്നുള്ളതാണ്. പകരം രാജ്യത്ത് പ്രവേശിക്കുന്നതിന്റെയും രാജ്യം വിട്ട് പുറത്തേക്ക് പോകുന്നതിന്റെയും തീയതികൾ മാത്രം രേഖപ്പെടുത്തുന്ന ഒരു സംവിധാനമാണ് ഉണ്ടായിരുന്നത്. 60 വർഷങ്ങൾക്ക് ഇപ്പുറത്തേക്ക് ജമാലുദ്ദീൻ ഹാജിയെ ദുബായിയുടെ പ്രത്യേക ഇമിഗ്രേഷൻ സ്റ്റാമ്പ് നൽകി ആദരവ് പ്രകടിപ്പിച്ചിരിക്കുന്നു എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. തന്റെ പിതാവിന്റെ പാസ്പോർട്ടിൽ പുതിയ ദുബായ് എൻട്രി സ്റ്റാമ്പ് പതിപ്പിക്കണമെന്ന മകന്റെ ആഗ്രഹമാണ് ഇതോടെ ദുബായ് വിമാനത്താവളം അധികൃതർ നടപ്പിലാക്കി കൊടുത്തത് എന്നുള്ളതും ഇവിടെ ഏറെ കൗതുകകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് പാസ്പോർട്ടിലെ വെറുമൊരു അടയാളപ്പെടുത്തൽ മാത്രമല്ല, ഇത്രയും കാലം ഞങ്ങൾക്ക് തന്ന കാര്യങ്ങൾക്കുള്ള ആദരവ് കൂടെയാണ്. എൻ്റെ മകന്റെ ആഗ്രഹമായിരുന്നു ഇത്. 60 വർഷത്തോളമായി ഞാൻ യുഎഇയിൽ ജോലി ചെയ്തു വരുന്നു. അതിനുള്ള മകന്റെ സമ്മാനം കൂടെയാണ് ഇത് എന്നൊക്കെയാണ് ഈ ഒരു സംഭവത്തിന് ശേഷം അദ്ദേഹം അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനിടെ പറയുന്നത്. ദുബായ് വിമാനത്താവള അധികൃതരുടെ സഹായത്തോടെയാണ് ഇങ്ങനെയൊരു കാര്യം സാധ്യമായത് എന്നും ജമാലുദ്ദീൻ അദ്ദേഹം പറയുകയാണ്. ഹാജിയൻ ജമാലുദ്ദീൻ 1965 കാലഘട്ടത്തിലാണ് യുഎഇയിലേക്ക് പോകുന്നത്. അന്ന് ഒരു തുറമുഖം പോലും നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇമിഗ്രേഷൻ സ്റ്റാമ്പും ഉണ്ടായിരുന്നില്ല എന്നും ഇദ്ദേഹം യുഎഇക്ക് നൽകിയിട്ടുള്ള സേവനത്തിലുള്ള ആദരവ് എന്ന നിലയിലാണ് ഇയർ ഓഫ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി പാസ്പോർട്ടിൽ പ്രത്യേക ഇമിഗ്രേഷൻ സ്റ്റാമ്പ് പതിപ്പിച്ചതെന്നുമാണ് ദുബായ് എയർപോർട്ട് സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. 1984ലാണ് ജമാലുദ്ദീൻ ക്രസന്റ് ഇംഗ്ലീഷ് ഹൈസ്കൂൾ ആരംഭിക്കുന്നത്. യുഎഇയിൽ മികച്ച നിലവാരത്തോടു കൂടി പ്രവർത്തിക്കുന്ന സ്കൂളുകളിൽ ഒന്നായിട്ട് തന്നെയാണ് ഈ ഒരു സ്കൂളിനെ കാണുന്നത്. ഇതൊക്കെ ഒരു ഇന്ത്യൻ പ്രവാസിയെ സംബന്ധിച്ച് അവർക്ക് കൂടുതൽ ആവേശം നൽകുന്ന, ഒരു അഭിമാനം നൽകുന്ന ഒരു വിഷയം തന്നെയാണ്. നമുക്കറിയാം, പ്രവാസികളുടെ വരുമാനം തന്നെയാണ് ഇരു രാജ്യങ്ങൾ, പ്രവാസ ലോകത്താണെങ്കിലും മറിച്ച് നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയും ഒക്കെ പ്രധാനമായിട്ടും ഉയർത്താൻ സഹായിക്കുന്ന ഒരു വിഷയം. ആ ഒരു രീതിയിൽ പലപ്പോഴും പ്രവാസികൾ എന്ന് പറയുന്നത് ഒരു ആവേശത്തോടെ കാണുന്ന ഒരു സാഹചര്യമാണ്. അത്തരത്തിലുള്ള ആളുകൾക്കിടയിലാണ് ഈ ഒരു 60 വർഷത്തെ ജീവിതം പ്രവാസ ലോകത്ത് ജീവിച്ചതിന് ഒരു പ്രത്യേക ഒരു ആദരവ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു റിപ്പോർട്ടുകൾ പ്രവാസികൾ ഒന്നടങ്കം ഏറ്റെടുക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ നിറയെ.